നമുക്കറിയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലിൽ 3 ബട്ടൺസുകൾ ഈ സൈഡ് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒന്ന് പവർ ഓഫ് ബട്ടൺ, അതുപോലെ തന്നെ ഒന്ന് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. ഈ പവർ ഓഫ് ഓൺ ബട്ടൺ എല്ലാ മൊബൈലിലും, പ്രത്യേകിച്ച് പുതിയ മൊബൈലിൽ പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റുന്നില്ല. അതിനായിട്ട് മറ്റൊരു സ്ഥലത്താണ് അതിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പവർ ഓഫ് ഓൺ ബട്ടൺ എന്തിനാണ്? ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ഈ 3 ബട്ടണിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും, ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലോക്ക്ഡൗൺ മോഡ് എന്നാൽ എന്താണ്, ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പുതിയ മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പവർ ഓഫ് ഓൺ ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ അല്ല വരുന്നത്. ഇവിടെ ബിഗ്സ്ബി പോലുള്ള ഓപ്ഷനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ആ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണുള്ളത്. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, പവർ ഓഫ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് താഴെ സൈഡ് ബട്ടൺ സെറ്റിങ്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടോ, വേക്ക് ബിഗ്സ്ബിയിലാണ് ഉള്ളത്. അതിൽ നിന്ന് മാറ്റിയിട്ട് പവർ ഓഫ് മെനുവിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ലോങ് പ്രസ് ചെയ്ത് നോക്കൂ, ഇപ്പോൾ നേരെ പവർ ഓഫ് ഓൺ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഹൗ ടു പവർ ഓഫ് യുവർ ഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്താൽ സംഭവിക്കുക എന്ന് ഇവിടെ വിവരിക്കുന്നും ഉണ്ട്. മുകളിൽ കണ്ടോ, ഇവിടെ ഡബിൾ പ്രസ് എന്ന ഭാഗം, അവിടെ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്വിക്ക് ലോഞ്ച് ക്യാമറ എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് നിങ്ങൾക്ക് സാംസങ് വാലറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഓപ്പൺ ആപ്പിലേക്ക് മാറ്റാം. അവിടെ മാറ്റിയിട്ട് സെറ്റിങ്സിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും ഈ ഒരു പവർ ബട്ടണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ്, അതായത് ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ പവർ ഓഫ് ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഓൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ സെറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോക്ക്ഡൗൺ മോഡ്. ഇവിടെ പവർ ഓഫ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. അവിടേക്ക് നമുക്ക് ലോക്ക്ഡൗൺ മോഡ് കൊണ്ടുവരണം. അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ലോക്ക് സ്ക്രീൻ ആൻഡ് AOD എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂർ ലോക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ അതെന്താണ് അതിവിടെ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോക്ക്ഡൗൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ലോക്ക്ഡൗൺ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യാം. ഇത് എനേബിൾ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഇവിടെ പവർ ഓഫ് മെനുവിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ലോക്ക്ഡൗൺ മോഡ് എന്ന്. സാധാരണ നമ്മൾ മൊബൈൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫിംഗർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഫിംഗർ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ലോക്ക്ഡൗൺ മോഡ് പ്രസ് ചെയ്തിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്യണം. അതായത് നമുക്ക് തുറക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാകുകയില്ലല്ലോ. നിങ്ങൾ ചാർജിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾ ലോക്ക് ചെയ്തിടുക. അങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഞാനിപ്പോൾ പവർ മെനു ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ സ്വൈപ്പ് ചെയ്തിട്ട് ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ആ ഒരു പിൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. ഇനി ഞാൻ ലോങ് പ്രസ് ചെയ്തു. ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ വീണ്ടും പിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചോദിക്കുക. കണ്ടോ, ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ മൊബൈലിൽ ഒരു സംഭവങ്ങളും ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ നെറ്റ് ഓഫ് ആക്കാൻ സാധിക്കില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് തൊടാനേ സാധിക്കില്ല. അതാ ഇവിടെ നെറ്റ്വർക്ക് ഓപ്പൺ ആണ്, വൈഫൈ ഓപ്പണിലാണുള്ളത്. മൊബൈൽ ഡാറ്റ ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ഇവിടെ ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ നമ്മുടെ ആ ഒരു പിൻ നമ്പർ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തും വർക്കാകണമെങ്കിൽ നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്തേ പറ്റൂ. അതാണ് ലോക്ക്ഡൗൺ മോഡ്. പക്ഷേ ഇത് വർക്കാണെങ്കിൽ നിങ്ങൾ മൊബൈൽ സെറ്റ് ചെയ്തിട്ടുള്ള, അതായത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് 30 സെക്കൻഡിലേക്ക് തന്നെ മാറ്റുക കേട്ടോ. ആ 30 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ലോക്ക് സിസ്റ്റം വർക്കാകുകയുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.